KL വേൾഡ് വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് ലോഡ് എടുത്ത് തിരുനെൽവേലിയിൽ നിന്ന് ലോഡ് എടുത്തിട്ട് വരുന്ന വഴിക്ക് സുറണ്ട എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ കുറേ ശരത്തളിയും വരുന്നുണ്ടായിരുന്നു. ശരത്തളിൻ്റെ വണ്ടി ഇവിടെ നിർത്താനുള്ള ഇവിടെ എന്തോ കവറിലും കെട്ടിയിട്ടുണ്ട്. പാട്ടൊക്കെ ഇട്ടുണ്ടല്ലേ അല്ലെ ഭയങ്കര ചൂട് കേട്ടോ. അതിൻ്റെ വണ്ടിയാണ് കേസ്. 12 വീലാണ് 2-3 വർഷം കൊണ്ട് ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ 14 വീലെടുത്ത് അങ്ങനെ നമ്മൾ കറുകച്ചാൽ ഗോഡൗണിൽ വന്നിരിക്കുകയാണ് കേസ്. ഇതാണ് കറുകച്ചാൽ ഗോഡൗണ്. ഈ നിൽക്കുന്നത് സതീഷ് അളിയൻ, പിന്നെ ARSൻ്റെ ഡ്രൈവർ, പിന്നെ MS-ൻ്റെ ഡ്രൈവറാണെന്ന് തോന്നുന്നു അപ്പുറത്തേക്ക്. അങ്ങനെ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് വന്ന 2 വണ്ടിയുണ്ട്, നമ്മുടെ തിരുനെൽവേലിയിൽ നിന്ന് വന്ന 3 വണ്ടിയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കറുകച്ചാൽ ഗോഡൗണിൽ 5 വണ്ടിയാണ് ഗൈസ്. 5 വണ്ടിയിലെ ഫസ്റ്റ് വണ്ടിയാണ് നമ്മുടെ ലോഡ് അവിടെ ഇറക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ ലോഡ് ഇറക്കി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഒരുമിച്ച് പോകാനുള്ള പ്ലാനാണ്. സതീഷ് അളിയൻ്റെയും കൂടെ ലോഡ് ഇറക്കി കഴിഞ്ഞാൽ സതീഷ് അളിയൻ്റെ വണ്ടിയും കൊണ്ട് പോകാനാണ്. സതീഷിൻ്റെ 2 വണ്ടി അങ്ങോട്ട് അകത്ത് കയറ്റിയിട്ടേക്കുന്നു. ഈ ARS പറഞ്ഞുകൊണ്ട്, പിന്നെ ഇത് തൃശ്ശൂരിൽ നിന്ന് വന്ന എറണാകുളത്ത് നിന്ന് വന്ന വണ്ടിയാണ്. എറണാകുളത്ത് നിന്ന് വണ്ടി ഒരെണ്ണോടുണ്ട്, അത് അപ്പുറത്തിട്ടേക്കും. ചെറിയ ചാനലുണ്ട്. ഇത് നമ്മുടെ ARSൻ്റെ ഡ്രൈവറാണ് അളിയൻ. നമ്മുടെ ചങ്കാണ്, പാവം പിടിച്ച മനുഷ്യനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അങ്ങ് ഒരെണ്ണം റോഡിൽ ഇവിടെ നിന്ന് സ്ഥലമില്ലാത്തതുകൊണ്ട് റോഡിൽ തന്നെ ഒരു വണ്ടി ഇട്ടിട്ടുണ്ട്. അതും എറണാകുളത്ത് നിന്ന് വണ്ടി. അത് 5ാമത്തെ വണ്ടിയാണ് ഗൈസ്. അതൊക്കെ ഇറങ്ങി പോകുമ്പം സമയമെടുക്കും. നമ്മുടെ വണ്ടിയാണ് ഫസ്റ്റ് വണ്ടി. നമ്മുടെ വണ്ടി ടാർപ്പൊക്കെ അയച്ച് കുട്ടപ്പനായിട്ട് ഇവിടെ കിടക്കുകയാണ്. നമ്മുടെ സിമെൻറ്റ് ഫുള്ള് ഇവിടെ ഇറക്കി വെക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. അങ്ങനെ ഇവിടുത്തെ ഗോഡൗൺ അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. ഒരു 3-4 വണ്ടിയുടെ സാധനങ്ങളൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ചില ഗോഡൗണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വണ്ടിയുടെ ലോഡ് തന്നെ ഇറക്കി വെക്കുന്ന കാര്യം കഷ്ടമാണ് ഗൈസ്. ഓരോ സ്ഥലത്തിൻ്റെയും ഓരോ ഗോഡൗണിൻ്റെയൊക്കെ അവസ്ഥ പോലെ ഇരിക്കും. എന്തായാലും നമ്മൾ വന്ന ഗോഡൗൺ പ്രശ്നമില്ല, കറുകച്ചാലാണ്. സതീഷ് അളി അങ്ങനെ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുകയാണ്. നമ്മുടെ ലോഡ് ഇറക്കിയാലും സതീഷ് അളിയനും കൂടെ വന്നിട്ട് പോകാനുള്ള പ്ലാനിങ്ങില്ല. അപ്പം അവരെന്തായാലും പടപടാ ലോഡ് ഇറക്കുന്നുണ്ട്. രാവിലെ 8 മണിയായതേ ഉള്ളൂ, ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലോഡ് എങ്ങനെയും തീർന്ന ഉടനെ നമുക്ക് ഇവിടുന്ന് അടുത്ത ലോഡ് എടുക്കാൻ പോകണം. ഇന്ന് പാസ് ഉണ്ടെങ്കിൽ ഓടിപ്പോയി ഒരു ലോഡ് കൂടെ എടുക്കും. അതല്ല പാസ് ഇല്ലെന്നുണ്ടെങ്കിൽ പതുക്കെ ഓടിപ്പോയി നമ്മുടെ ബോർഡർ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം ലോഡ് എടുക്കണം. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കി കഴിഞ്ഞ് നമ്മുടെ വണ്ടി മാറ്റിയിട്ട് സതീഷ് അളിയൻ്റെ 9862 എന്ന് പറയുന്ന ഭാരത് ബെൻസ് വണ്ടി പിടിച്ചിട്ടേക്കാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെയും കൂടെ ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ 2 കൂടെ പോവും. പിന്നെ 2 വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് 3 വണ്ടിയുണ്ട്. അപ്പോൾ ആ 3 വണ്ടിയും ഇറക്കി വിടാൻ അവർ മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെല്ലാം അവരുടെ ഈ സ്പീഡ് പോലെ ഇരിക്കും കേസ്. പക്ഷെ അവിടെ 7-8 പേരുണ്ട്. അവർ പടപടാന്നാണ് ഒരു വണ്ടിയൊക്കെ തീർക്കുന്നത്. നമ്മൾ ഇത്ര പെട്ടെന്ന് തീരുമെന്ന് പ്രതീക്ഷിച്ചില്ല. 10-11 മണിയാവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വണ്ടി ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ആ വണ്ടിയും ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്കകം തന്നെ നമ്മുടെ സതീഷിൻ്റെ വണ്ടിയും ലോഡിറക്കി കഴിയും. നമ്മുടെ വണ്ടി നമ്മൾ ഒതുക്കിയിട്ടേക്കാണ്, ലോഡൊക്കെ ഇറക്കിയിട്ട് ഇവിടെ വന്നിട്ട്. അങ്ങനെ നമ്മുടെ അൾട്രാടെക്കിൻ്റെ ഗോഡൗൺ ആയതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ 2-3ാമത്തെ വണ്ടിയായാലും പെട്ടെന്ന് ഇറക്കി വിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ലോഡൊക്കെ ഇറക്കിയിട്ട് നേരെ പുനലൂർ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടേക്കാണ് കേസ്. നമുക്ക് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി ഒതുക്കിയിട്ടാണ് എവിടെയെങ്കിലും പോകണമെങ്കിലോ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോകുന്നത്. ഇവിടെ ആകുമ്പോൾ സേഫാണ്. ARSൻ്റെ വണ്ടി കിടപ്പുണ്ട്, വേറെ KL വണ്ടികൾ കിടപ്പുണ്ട്, പ്രൈവറ്റ് ബസ്സുകളുണ്ട്. ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമ്മുടെ പുനലൂർ ചെമ്മന്തൂരാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ട്, 60 രൂപയാണ് പാർക്കിംഗ് ഫീസ് ഒരു ദിവസത്തേക്ക്. അത് 12 മണിക്കൂർ കണക്കൊക്കെയാണ് ഇയാൾ പറയുന്നത്. പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 27 മണിക്കൂറാണ്, പക്ഷേ ഇവർ 12 മണിക്കൂറാണ് പറയുന്നത്. ഒരു ARSൻ്റെ കൊണ്ട് ലോഡ് ഇറക്കിയിട്ട് അപ്പുറ സൈഡ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ബസ്സുകളൊക്കെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. നമ്മളതൊക്കെ കണ്ട് ഇങ്ങനെ ഗ്രൗണ്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മളവിടുന്ന് പിന്നെ നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് നേരെ വർക്ക്ഷോപ്പിൽ വന്നു. നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി പണിയുണ്ടായിരുന്നു. നമ്മുടെ റൈറ്റ് സൈഡിലെ സെക്കൻഡ് ആക്സിൽ ജാക്കി ഓയിൽ ലീക്കായിരുന്നു.
അങ്ങനെ നമ്മുടെ സ്റ്റിയറിംഗ് ഓയിൽ ഫുള്ള് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റിയറിംഗ് ടൈറ്റ് ആകുമായിരുന്നു. നമ്മുടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ പണിക്ക് ഇട്ടേക്കുക. ഇത് 9757 നമ്മുടെ പഴയ ചെറുക്കൻ നമ്മുടെ വണ്ടിയാണ്. അങ്ങനെ മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ടെസ്റ്റിന് ഇട്ടിട്ട് 14 വീൽ എടുത്തപ്പോൾ പിന്നെ നമ്മുടെ 14 വീൽ 8246 കിട്ടിയപ്പം നമ്മൾ പിന്നെ ചെറുക്കനെ അവിടോട്ട് ഒതുക്കി. അങ്ങനെ നമ്മുടെ ചെറുക്കനെ ഇപ്പം ഓടിക്കുന്നത് പ്രശാന്ത് എന്ന് പറയുന്ന ഡ്രൈവറാണ്. നമ്മുടെ ചെറുക്കനെ പാമ്പ് പിടിച്ചവനെ. അപ്പോൾ അവന് ഞാൻ കൊടുത്തു. അവനെ ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ആ വണ്ടി അവനാണ് ഓടിക്കുന്നത്. ഇപ്പം ഞാൻ 8246 ഓടിക്കുക. 14 നമ്മുടെ ചെറുക്കനെ എടുക്കണം. ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓടിക്കണം. ഭായിമാരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഡയലോഗ് അടിച്ചിട്ട് നിന്ന് ചിരിയെ. ഇത് ചെയ്യാനാ പാമ്പിടിച്ചന്മാരാ. പിന്നെ മെക്കാനിക്കലാണ് ഈ എണ്ണൻ. തമിഴെണ്ണാണ്. അങ്ങ് അറ്റത്തെ മൂലയിരിക്കുന്ന റാമർ. ഇത് മിക്കി മൗസിൻ്റെ പടമിട്ട് ടീഷർട്ട് ഇട്ടേക്കുന്നതാണ് സുന്ദറണ്ണൻ. മെക്കാനിക്കലാണ്. വെൽഡർ പോയി. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് പോകാനുള്ള നീക്കത്തിലാണ് ഗൈസ്. താങ്ക് യു.